Hi, hello, welcome to our channel Disha Malayalam YouTube. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ആണ്. ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിനെയും ഹെയറിനെയൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകാനും സിൽക്കി ആകാനും മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും സ്പ്ലിറ്റൻസ് മാറാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ് ഡാൻഡ്രഫ് ഇതൊക്കെ മാറാനും സ്കാൽപ്പിൽ ഇങ്ങനെ പുതിയ പുതിയ മുടിയിഴകൾ ഉണ്ടായി വരാനും നെറ്റ് കെയറിൽ തടയാനും ഒക്കെ സഹായിക്കുന്ന റെമഡിയാണ്. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ റെമഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്നുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആ ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് ഏതാ നോക്കാം. അലോവേര. നമ്മൾ കുറെ ഹെയർ പാക്സിലൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ ഇത് തരുന്ന റിസൾട്ട് വേറെ ലെവലാണ്. അപ്പൊ ഇത് മാത്രമായിട്ടാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു റെമഡി ചെയ്യുന്നവര് ഫ്രഷ് അലോവേര തന്നെ എടുക്കണം. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെൽ യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. പലരും ഇത് കയ്യിലുണ്ടായിട്ടും ഇത് എന്താ പറയാ ചൊറിച്ചിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് ഷോപ്പിൽ നിന്ന് പോയിട്ട് അലോവേര മേടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. അപ്പൊ യൂസ് ചെയ്യുന്നവർ ഇതിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇതിന്റെ ഈ ലീഫ് തന്നെ എടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് പ്ലാന്റിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ജെല്ല് വരാറുണ്ട്. അപ്പൊ അത് നന്നായിട്ട് കഴുകി കളയട്ടോ. ആദ്യം ഇത് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക, ഫേസിലായാലും മുടിയിലായാലും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ചൊറിച്ചിലിന്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ആ ഒരു മഞ്ഞ ദ്രാവകത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഇച്ചിങ് ആണത്. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്താൽ മതി, അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ അലോവേരയുടെ ഗുണങ്ങളെ പറ്റി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് വീക്ക്ലി 2 or 3 തവണ ചെയ്യാവുന്നതാണ്. ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി അന്ന് തന്നെ വാഷ് ചെയ്യണമെന്ന് തന്നെയില്ല, അടുത്ത ദിവസം വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. ഇത് വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് നല്ല ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ആദ്യം നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലും കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അതല്ല നോർമൽ ഹെയർ ആണ്, ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാം. വേറെ ഓയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. ഓക്കെ, അപ്പൊ ഡ്രൈ ഹെയർ ഉള്ളവർ ജസ്റ്റ് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഇടണമെന്ന് പറയുന്നത് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ജസ്റ്റ് മുടി പൊട്ടി പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് വേണം, മുടി നന്നായിട്ട് കോംബ് ചെയ്ത് കെട്ടെല്ലാം മാറ്റുക. ഞാനിപ്പോ ഓയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അത്യാവശ്യം എന്റെ മുടി നന്നായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുകയാണ്. കാരണം 2 ദിവസം മുമ്പ് ഞാൻ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് ലീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ പോർഷൻ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യം ഇത്ര ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇതിന്റെ 2 സൈഡിലുള്ള ആ ഒരു മുള്ളുണ്ടല്ലോ അത് നമുക്ക് മാറ്റാം. ഓക്കെ, അതിനുശേഷം ഇതിന്റെ ഈ ഒരു ഭാഗത്തെ ഈ ഒരു പോള നമുക്ക് മാറ്റാം. ഇപ്പതേ കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും നമുക്ക്. ആദ്യം നമുക്ക് ഇത് സ്കാൽപ്പില് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇതെടുത്തിട്ട് ഇതുപോലെ ദേ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ, ജസ്റ്റ് നമ്മുടെ നഖം കൊണ്ടിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ അതിന്റെ ജെല്ല് കുറച്ചുകൂടെ നന്നായിട്ട് വരും. കണ്ടോ, എന്നിട്ട് വീണ്ടും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെറ്റിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഞാൻ ദേ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദേ കണ്ടോ, ജെല്ലെല്ലാം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചീപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കോംബ് ചെയ്യണം. കോംബ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ സ്കാൽപ്പിൽ ഇതുപോലെ പതുക്കെ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ചെയ്യുക. ഒരുപാട് വലിച്ചെടുക്കരുത്, നനഞ്ഞിരിക്കുകയാണ്. ആ ജെല്ല് കൊണ്ടിട്ട് സ്കാൽപ്പൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ ഇതുപോലത്തുള്ള ചീപ്പ് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് നല്ലൊരു മസാജാണ്. ഈ ഒരു ജെല്ല് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒരുപോലെ എത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ പതിയെ ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുക. ഇനി താഴെ വരെ ഇങ്ങനെ ചീകി എടുക്കണ്ട, മുടിയുടെ അറ്റം വരെ ചീകി എടുക്കണ്ട. ജസ്റ്റ് അതെ സ്കാൽപ്പിൽ മാത്രം, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുക. ഇനി നമുക്ക് ഈ മുടി 2 സെക്ഷൻ ആക്കാം. ഓക്കെ, 2 സെക്ഷൻ ആക്കിയിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലുള്ള പോർഷൻ നന്നായിട്ട് താഴെ വരെയുള്ള മുടി ഒന്ന് കോംബ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നീറ്റ് ആക്കാം. നമുക്ക് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് അതിനെ ഒരിടത്ത് ഒന്ന് സേഫ് ആയിട്ട് ഒന്ന് കെട്ടി വെച്ചിരിക്കാം. അടുത്ത സൈഡ് നന്നായിട്ട് കോംബ് ചെയ്ത് നീറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ ആദ്യം അപ്ലൈ ചെയ്യാം മുടിയിലേക്ക്, എന്നിട്ട് അടുത്ത സൈഡ് എടുക്കാം. അപ്പൊ ഇതൊരു ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാം നമുക്ക്. അപ്പൊ ഞാൻ ദേ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി സൗകര്യമായിട്ട് ഈ ഒരു സൈഡിൽ ഇത് ചെയ്യാം. അപ്പൊ ഞാൻ ദേ ഈ ലീഫിൽ നിന്ന് ഒരു ചെറിയ പോർഷനോട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ഓരോ ചെറിയ ചെറിയ സെക്ഷനായിട്ട് ആദ്യം മുടി ഇതുപോലെ എടുക്കാം. ഇത് ഞാനങ്ങ് ബാക്കിലോട്ട് ഇടട്ടെ. ദേ ഇതിപ്പോ ഒരു കുഞ്ഞു സെക്ഷൻ എടുത്തുണ്ടോ, ഇത് ഇതിലേക്ക് വെച്ചിട്ട് കണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പൊ നമ്മൾ എല്ലാ ഭാഗത്തും ഇത് എത്തുകയും ചെയ്യും. കണ്ടോ, ഇത് ജെല്ലി ഇതിൽ നിന്ന് അടർത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പമുള്ള ഒരു വഴിയാണിത്. ഇതേ കണ്ടില്ലേ. അപ്പൊ അതെ ഈ പോർഷനിൽ, ഈ മുടിയുടെ ഈ പോർഷനിലെല്ലാം ഈ ജെല്ല് എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ വിട്ടേക്കുക. അടുത്ത ഒരു ചെറിയ പോർഷൻ എടുക്കുക, അപ്ലൈ ചെയ്യാം. ഇടയ്ക്ക് നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ ആ ജെല്ല് ഒന്നുകൂടെ നന്നായിട്ട് വരും. കണ്ടോ, അടിപൊളി സംഭവമാണ് കേട്ടോ അത്. ഇത് നിങ്ങള് ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളില്ലേ, ആ ദിവസങ്ങളിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ദിവസം ചെയ്യാം. ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 1 hour മുമ്പ് ചെയ്താൽ മതി. എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം അപ്പൊ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ സൈഡ് ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്തു. മുടിയിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് കെട്ടി വെച്ചിട്ട് ഈ ഭാഗം അഴിച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ സൈഡ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോംബ് ഉപയോഗിച്ചിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കാം. പതുക്കെ ചീകി കൊടുക്കുക കേട്ടോ. ഇത് പ്രത്യേകിച്ച് കെട്ടൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മളിത് എല്ലാം നീറ്റ് ആക്കിയിട്ടാണല്ലോ ഇത് അപ്ലൈ ചെയ്തത്. അപ്പൊ അധികം കെട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ,
ഇനി നമ്മുടെ മുടി കുറച്ചു നേരം ഒന്ന് അഴിച്ചിട്ടേക്കുകയാണെങ്കിൽ ആ ഒരു ജെല്ലിന്റെ ആ ഒരു നനവൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പൊ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കെട്ടി വയ്ക്കാം. ഓക്കെ, അപ്പൊ അതൊരു കുറച്ച് നേരം ഒന്ന് അഴിച്ചിട്ടാൽ മതി, പെട്ടെന്ന് അത് ഉണങ്ങിക്കൊള്ളും. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു 2 hour വെച്ചിട്ട് അന്ന് തന്നെ വേണമെങ്കിൽ വാഷ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വാഷ് ചെയ്താലും മതി. വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾ ഈ അലോവേര മാത്രമായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.